ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുട്ടുപൊടി വെച്ചിട്ട് നല്ലൊരു നെയ്പത്തിരീൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ നെയ്പത്തിരി എങ്ങനെ തയ്യാറാക്കുകയെന്ന് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പാക്കറ്റ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നീട് നമ്മളിതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു പുട്ടുപൊടിക്ക് അനുസരിച്ച് തന്നെ ഒരു 1.25 കപ്പോളം തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ തിളച്ച വെള്ളം ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ പുട്ടുപൊടി ഒന്ന് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അധികം അരച്ചെടുക്കേണ്ട, അതായത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഈ അരപ്പ് നമുക്ക് ഒരു കുതിരാനായിട്ട് മാറ്റി വെച്ച ആ പുട്ടുപൊടിയിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. അതാ ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കട്ടെ. അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ടൈമിൽ നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചുടുവെള്ളം തന്നെ, തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് നമ്മളിതാ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതാ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ ഒരു പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അധികം കുറച്ച് കട്ടിയിൽ തന്നെ ചെയ്തിട്ടെടുക്കുക. തീരെ കട്ടിയില്ലാതെ നല്ലവണ്ണം പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ കുറച്ച് കട്ടിയോട് കൂടി തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കുറച്ചൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം. അങ്ങനെ ഓരോ ഭാഗം തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പിന്നെ അവസാനം കുറച്ച് ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി ബാക്കിയുള്ളതും നമ്മളിതാ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്തിട്ടില്ല. നെയ്യൊന്നും ചേർക്കാതെയാണ് ഈ ഒരു നെയ്പത്തിരി ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു നെയ്പത്തിരി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.